എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എവിടെന്നെങ്കിലും വിളിച്ച് അവരെ ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ മതി. അത് മാത്രം ചെയ്താൽ പോരെ. ഇനിയിപ്പോൾ തന്നെ കുഴപ്പമില്ല, പോട്ടെ. എന്തായാലും ദൈവം നമ്മളെ കൈവിട്ടില്ല. അതാ ഇങ്ങോട്ടോക്ക് വണ്ടി ചതിക്കില്ല എന്ന് പറയണത് ഉള്ളത്. ഇങ്ങോട്ടോക്ക് കണ്ട. ഗൈസ്, അപ്പോൾ നമ്മൾ റൈഡ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയും കേട്ടോ. ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ വന്നതാണ്. സംഭവം അവിടെ നിന്ന് ഇത്രയും ദൂരം റെക്കോർഡ് ചെയ്ത് വന്ന വീഡിയോ ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എങ്ങനെയായിരിക്കും മനസ്സിൽ ആ ഒരു ഭ്രാന്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഓഫീസർ വന്നു കേട്ടോ, ഒരു പോലീസ്. അപ്പം പുള്ളി വന്ന് കുറേ നേരം നമ്മളോട് സംസാരിച്ചിട്ട് കൂടെ വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയേട്ടോ. അതാ നിൽക്കുന്നത്. താങ്ക് യു. ഇതിലാണോ അതെന്നെ പുള്ളിക്കാരൻ അങ്ങോട്ട്? ഓക്കെ. എനിക്ക് കലിയും വിഷമവും ഒരു നശിച്ച മെമ്മറി കാർഡ് ഞാൻ വാങ്ങി. എന്തിനാണ് അത് വാങ്ങിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് കൊണ്ടോട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടാ. രാവിലെ എന്ത് നല്ല വിഷ്വൽസ് കിട്ടിയെന്നറിയാം. പശു കുറുകെ ചാർന്നത്, എന്തെല്ലാം സീനുകളുണ്ടായിരുന്നു അറിയാം. മൊത്തം ഹൈവേയിൽ തന്നെയാണ്. ആ കാഴ്ച ഇനിയും കിട്ടും. അങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടാണ് തുടക്കം നല്ല വിഷ്വൽസ് കിട്ടിയെന്ന് വെച്ചാൽ വേറെ നമുക്ക് ആപത്തൊന്നും ഉണ്ടായില്ല കേട്ടോ. അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്നാലും ഒരു എന്താ പറയുക, ഇത്രയും നാൾ കിട്ടാത്തൊരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയ കുറച്ച് വിഷ്വൽസ് ആയിരുന്നു എനിക്ക് ഇന്ന് കിട്ടിയത് കേട്ടോ. പക്ഷെ ഭാഗ്യമില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് ഒരു പിടിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് കേൾക്കാം. നിങ്ങൾക്കും ഇത് ഒരുപക്ഷെ ഇത് യൂസ് ആയേക്കാം. ഒരു റൂട്ട് എന്ന് വെച്ചാൽ സാഗറാണ് കേട്ടോ. സാഗറാണ് ഈ ഒരു റൂട്ട്. ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് സാഗറിലോട്ട് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കണ്ട്. മെയിനായിട്ടും തന്നെ പശുക്കളെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എടുത്ത് ചാർന്നത്. ഇതിന്റെ നടുക്ക് നിൽക്കും കേട്ടോ. അവറ്റകൾ എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ നിന്ന് ചാടി പറഞ്ഞത് നമുക്ക് ഒരു പിടിയില്ല. നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ. ഇതിന്റെ ഇടയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞു പെട്ടെന്നാണ് റോഡിലോട്ട് എടുത്ത് ചാർന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും റൈറ്റും പിടിക്കരുത്, എന്നാൽ തീരെ ലെഫ്റ്റും പിടിക്കരുത് കേട്ടോ. ഏകദേശം ഒരു സെന്റർ കണക്കാക്കി പൊക്കോണം. ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ്സിൽ കൂടെ ഒന്ന് നോക്കിയാൽ മതി, വേറെ സീനില്ല. നമുക്ക് എന്നുവെച്ചാൽ ഓവർ സ്പീഡ് പിടിക്കരുത്. നമ്മളെ വണ്ടി പിടിച്ചാൽ നിൽക്കില്ല. ABS ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ തമാശയ്ക്കാണെങ്കിൽ ഇന്ന് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നമ്മളെ കൂടെ പറഞ്ഞില്ലേ അവര്, എന്ന് വെച്ചാൽ ഞാൻ അവരെ വെച്ച് കമ്പയർ ചെയ്ത് പറയണല്ല, അങ്ങനെ കാണണ്ട. കഴിഞ്ഞ ഒരു ദിവസം, അതായത് ഇന്നലെ ഞാൻ അവിടെ സ്റ്റേ എടുത്ത് ഇവരെ കൂടെയാണ് സ്റ്റേ എടുത്തത്. സംഭവം ഇവര് മറ്റേ ഗ്ലൂക്കോസ് പിന്നെ എനർജി ഡ്രിങ്കിന് വേണ്ടി കിട്ടണല്ലേ, അതായത് ആ പൊടി കാര്യങ്ങളൊക്കെ, എന്ന് വെച്ചാൽ അതിന്റെ എന്തോ പേര് പറഞ്ഞു കേട്ടോ. പുള്ളി ഈ പുള്ളിയാണ് കേട്ടോ, ഹിമാലയ പോണ ഈ കക്ഷി. എന്തൊക്കെയോ അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സാധാരണ നമ്മൾ ആ ഒരു മിനറൽ വാട്ടർ ഇല്ലേ, അത് മാത്രമാണ് ഞാൻ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ടെൻഷൻ. എന്ന് വെച്ചാൽ എങ്ങനെ, ഞാൻ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഡ്രിങ്കോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ലല്ലോ. ഞാൻ നോർമൽ വെള്ളം കുടിക്കുന്നു, വണ്ടി ഓടിക്കുന്നു, നോർമൽ വെള്ളം കുടിക്കുന്നു, വണ്ടി ഓടിക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. അല്ല ഇതിൻ്റെ ഇടയിൽ വേറെ സംഗതിയൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ അച്ഛൻ എനിക്ക് കുറച്ച് ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ കിസ്മിസും പിന്നെ ഇതുണ്ടല്ലോ നട്ട്സ്, കാഷ്യൂ നട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇതുപോലെ റൈഡ് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ എൻ്റെ പ്ലാനിലില്ലായിരുന്നു. അത് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പല ദിവസവും ഞാൻ പട്ടിണിയിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടിട്ട്, അത് ഒരിക്കലും ഒരു സിമ്പതി അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. പല ദിവസവും എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വൈകുന്നേരമൊക്കെ. എന്നാൽ ഞാൻ ഇത് ടെൻറ്റിനകത്തിരുന്ന് ഞാൻ ഇത് കഴിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനർജിക്ക് അത് മതി, കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ അത് കഴിക്കും, വെള്ളം കുടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങും. നല്ല രീതിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റും, വേറെ ക്ഷീണവുമില്ല. ആവശ്യത്തിനുള്ള എനർജി എനിക്ക് ബോഡിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ശരീരം ഏകദേശം എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന ബൾക്കിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ആഹാരം കഴിക്കുന്നില്ലല്ലോ, എനർജിക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് പോണേ. അപ്പൊ ഇവര് ഇത് ചെയ്യണുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഇന്നലെ ഒടിഞ്ഞ പേടി. ഞാൻ റൂമിൽ ചെന്നിട്ട് എങ്ങനെയാണ് ദൈവമേ, ഞാൻ മാത്രമാണ് മിതമായിട്ട്, അതായത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്, എത്രയും ദൂരം വണ്ടി ഓടിച്ച് പോണല്ലേ, നമ്മൾ ആഹാരം ഇങ്ങനെ കഴിക്കാതിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ ഇത് താഴെ ഇറങ്ങിയിട്ട് അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട് കേട്ടോ. അവർക്ക് തന്നെ ഒരു ഹോട്ടലുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് തന്നു കേട്ടാ. എന്നിട്ടാണ് അഡ്ഡാതെ പോയത്. അപ്പോൾ അവർ പറഞ്ഞു ജഗ്ഗിൽ വെള്ളം ഉണ്ട്, അത് മതി എന്ന് ചോദിച്ചു. എത്ര പൊക്കം ഒരു ജഗ്ഗ്. അതിന് ഞാൻ പറഞ്ഞു ഞാൻ ഇത് കൊണ്ടുപോകണം, ഞാൻ ഇത് രാവിലെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ വെള്ളം കുടിക്കുന്നു, മൂത്രമൊഴിക്കാം, വെള്ളം കുടിക്കുന്നു, മൂത്രമൊഴിക്കാം. ഞാൻ എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ പൊന്നുമായ നിങ്ങൾ കാരണം ഞാൻ ടെൻഷൻ അടിച്ച് കൂപ്പാട് വരും. നിങ്ങൾ പരിപാടി കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് കാണുമ്പോഴാണ് പേടിയാവണമെന്ന് കേട്ടോ. അപ്പൊ പുള്ളി പറഞ്ഞിടാ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് പിന്നെ ഒരു കരുതൽ, അത്രയേ ഉള്ളൂ. പുള്ളി അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവുള്ളൂ. മനസ്സിലായോ? അറിയാത്ത ഭാഷ, അറിയാത്ത ഭക്ഷണം, അറിയാത്ത ആൾക്കാർ, ഇതെല്ലാം ഒന്നും അറിയാൻ പാടില്ലാത്തതാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ ഈ ഹിന്ദി അറിയാൻ പാടില്ലാതെ എന്ത് ചെയ്യുമെന്ന്. ഞാൻ അറിയാൻ പാടില്ലാതെ ഇതുവരെ എത്തിയടേ, ഇനിയും പോയിട്ട് ഞാൻ വീട്ടിൽ പോവും. ഇതുകൊണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, റോഡിന് നടുക്കാണ് നിൽക്കുന്നത്. വലിയ വണ്ടി വന്നിട്ടും ആച്ചാന്മാർ മാറുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാറ് പറഞ്ഞാൽ നോക്കിയോ, ഒരു അനക്കവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.
ഇതുകൊണ്ടോ. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ നോക്കി വേണം വരാൻ. ഞാൻ അതുകൊണ്ടാണ് വീഡിയോയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഒരുപക്ഷെ ചിലർക്ക് തോന്നുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ. പക്ഷേ ഞാനിത് നിങ്ങൾ കാണിച്ചു തന്നത് അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേണ്ട, ഒരു രക്ഷയില്ല. അവൻ അങ്ങനെ നിൽക്കുകയാണ് നട റോഡിൽ. ഇതോ അടുത്തവൻ. ഞങ്ങൾ ജാൻസി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ അവിടെ വണ്ടി സർവീസിന് കൊടുക്കും. ഞാൻ അവിടെ നിന്ന് നേരെ ആഗ്ര പോകണ്ട. അതാണ് ഇപ്പം നിലവിലുള്ള പ്ലാന്, ഞാൻ എടുത്ത പ്ലാൻ കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു തീരുമാനം. അവിടെ നിന്ന് നേരെ ആഗ്ര പോകണം. അവിടെ നിന്ന് എങ്ങനെയാണോ കണ്ടത് അതുപോലെ. ഇവിടെ വന്നിട്ട് അവർ മോര് വാങ്ങിച്ച് കുടിച്ചേട്ടാ. മറ്റേ എരുമ പാലിലാണെന്ന് തോന്നുന്നു. ബ്രോ കുഴപ്പമുണ്ടോ അത്? മോര് കുഴപ്പമുണ്ടോ? ബ്രോ കുടിച്ചാ? അപ്പോൾ നമ്മൾ രണ്ടുപേരും കുടിച്ചില്ല, അവർ രണ്ടുപേരും കുടിച്ച്. എന്താവണം എന്തോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തിരിക്കാം. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി പോവാം. ജാൻസി എന്ന് പറയുന്ന റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ അവർ സർവീസ് സെൻ്റർ കയറും. ഞാൻ അങ്ങ് പോകും കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, അതാണ് സംഭവം. പിന്നെ വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി വെയിൽ. ചുട്ട് പൊള്ളണമെന്ന് പറഞ്ഞാൽ പോരാ, തീയെടുത്തെറിയും പോലെയാണ് കേട്ടോ ദേഹത്ത്. ഒരു കാരണവശാലും നമുക്ക് എന്താ പറയുക, വെയിലത്തിങ്ങനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാരൊക്കെ തലയിലും കണ്ണ് മാത്രം വെളിയിൽ കാണാം. ആ രീതിക്ക് മൊത്തം വെച്ച് കിട്ടി അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അവരെന്തായാലും ജാൻസി കയറുന്ന സമയത്ത്, അതായത് ജാൻസി എന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു സർവീസ് സെൻറ്റർ, റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്റർ ഹിമാലയ കാണിക്കണം. അപ്പോൾ അവരെന്തായാലും അവരങ്ങനെ സ്റ്റേ പിടിച്ച് പോകാനാണ് പ്ലാൻ. അപ്പോൾ സ്റ്റേ പിടിച്ച് അവിടെ നിന്ന് തിരിച്ച് അവരെന്തായാലും അങ്ങോട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവർ വേറെ ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അപ്പം നമുക്കെന്തായാലും ആ ഒരു ബഡ്ജറ്റ് താങ്ങാനായിട്ട് നിലവിൽ ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകാൻ കേട്ടോ. അവിടെ നിന്ന് നമ്മളങ്ങ് സ്പ്ലിറ്റ് ആവും. ബാക്കി എന്തായാലും നമ്മൾ ഇനി സോളോ. ഓക്കെ, വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്ക്. റോഡ് ട്രിപ്പാണ്, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോണം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങളിത് കണ്ടല്ലോ, അതാണ് അവസ്ഥ. രണ്ട് ചെരുപ്പ് കിടപ്പുണ്ട്. വീഴുന്നതാണോ കളഞ്ഞതാണോ? അപ്പോൾ ഓക്കെ, എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ്, അങ്ങനെ വീണ്ടും നമ്മൾ ഒറ്റയ്ക്കായി. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു സുഖം തന്നെ കേട്ടോ. നമുക്ക് തോന്നുന്ന പോലെ പോകാമല്ലോ. മറ്റേതാണെങ്കിൽ അവരെങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം കേട്ടോ. അവർ പോണ റൂട്ടും കാര്യങ്ങളെല്ലാം നോക്കി പോകണം. ഇതാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ അതിന് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് റോഡ് കിടക്കണം, അതിനെ നോക്കി അങ്ങനെ പോവാം. പിന്നെ നമ്മളൊരല്പം ശ്രദ്ധിച്ച് പോകണമെന്നേ ഉള്ളൂ. ഫ്രണ്ടും ബാക്കും കറക്റ്റ് ഒരേ സമയം ശ്രദ്ധ വേണം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ റോഡ് ഭയങ്കര മോശം കേട്ടോ. ഇങ്ങോട്ട് ഉള്ള കുഴിക്കകത്തൊക്കെ പോയി വീഴുന്നു. ആ ഫോർക്ക് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഈ വണ്ടി കിടന്ന് ഒഴിച്ചില്ല കേട്ടോ. ഇങ്ങനെ കിടന്ന് പാമ്പ് പിഴയും പോലെ, അതായത് പാമ്പ് പിഴയും പോലെ എഴയുന്നുണ്ട്. ഒരു വല്ലാത്ത റൂട്ട് കേട്ടോ. ഞാൻ കുറേ നേരമായി ഇങ്ങോട്ട് എടുത്ത് വണ്ടി തിരിച്ചിട്ട്. പിന്നെ ഇനി 213 കിലോമീറ്റർ ഉണ്ട് ആഗ്രയ്ക്ക്. ഞാൻ നേരെ അങ്ങോട്ട് തന്നെ പോകണം. നമ്മുടെ മുബാറക്കിനെ വിളിച്ച് അവൻ്റെ കമ്പനി വെച്ച് കഴിഞ്ഞാൽ അവൻ പോയ സമയത്തുള്ള ഒരു കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടുത്തെ ഒരു ലൊക്കേഷൻ പുള്ളിക്കാരൻ എനിക്ക് അയച്ചു തന്നെ. അപ്പം ഞാൻ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ നേരെ റൂമിൽ പോവുക. അതായത് നേരെ ചെന്ന് ഏതെങ്കിലും ഒരു കൊച്ചു റൂം എടുക്കുക. ഉള്ള സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുക. പക്ഷേ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇന്ന് മൊത്തം തെറ്റാണല്ലോ. 200 സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റൂട്ടൊന്നും നെറ്റൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നേരത്തെ ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ടൊക്കെ, അല്ലാതെ ഒരു കാരണവശാലും ഇനി ഇവിടെയൊക്കെ വന്നിട്ട് നെറ്റ് ഓൺ ആക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ അവർ പിരിഞ്ഞു പോയില്ലേ, ആ ഒരു മൊമെന്റ് സത്യം പറഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റിയില്ല. സംസാരിച്ച് തീർന്ന് ഞാൻ വണ്ടി എടുക്കേണ്ട സമയപ്പം അവർ വണ്ടി എടുത്ത് അങ്ങ് പോയി. അവനെ നമ്മൾ ഇതുപോലുള്ള കുഞ്ഞൻ ബൈക്കല്ലല്ലോ, അല്ല അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ബൈക്കുകളാണ്. അതുകൊണ്ട് അവർ അതിൻ്റെതായിട്ടുള്ള സ്പീഡിൽ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ സംഭവം അവരങ്ങ് പോയി. പിന്നെ നാളെ അവർക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ ആ റൂട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ വണ്ടിയുടെ സർവീസിൻ്റെ കേസ് അത് എന്തായാലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. 3033 കിലോമീറ്റർ ആയിട്ടോ. എന്തായാലും 3500 കിലോമീറ്റർ അടുപ്പിച്ചാകുമ്പോൾ എന്തായാലും എനിക്ക് ഓയിൽ മാറണം. പിന്നെ ചെയിനൊന്ന് ടൈറ്റ് ചെയ്യണം, ലൂബ് ചെയ്യണം. പിന്നെ TRMൻ്റെ ലൂബാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് എന്തുകൊണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ തവണ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ റൈഡിൽ 3034 കിലോമീറ്റർ വരെ ഓടി. പുതിയ ചെയിനാണ്. പിന്നെ അത് നമ്മുടെ സനൻ്റെ നിഷ്കിയറിൽ നിന്നാണ് എടുത്തത് കേട്ടോ. അല്ല, അവനെ തന്നത് കേട്ടോ, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ അത് പിന്നെ 3034 കിലോമീറ്റർ ആയി. ചെയിന് ഓക്കെയാണ്, റോളോണ്ട് ചെയിനാണ് കിടക്കുന്നത്, ഗോൾഡ്. അത് ആദ്യം ഞാൻ വിചാരിച്ചു വേണ്ട, സ്റ്റോക്ക് തന്നെ വാങ്ങിച്ചിടാന്ന്. പക്ഷേ അവൻ പറഞ്ഞു ഇല്ല ബ്രോ, ഇട്ട് പോകും, കുഴപ്പമില്ല, അവൻ കിടന്നോളും, ചത്ത് കിടന്നോളും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ അതിട്ട് 3034 കിലോമീറ്റർ, അറൗണ്ട് ഒരു 2000
800 സംതിങ് കിലോമീറ്റർ ഇപ്പോൾ നിലവിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3500 കിലോമീറ്റർ അടുപ്പിച്ചാകുമ്പം എനിക്ക് ഓയിൽ മാറണം. അപ്പോൾ അതെവിടെ നിന്നെങ്കിലും മാറും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മേൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ്, നീ എവിടെന്നെങ്കിലും ഒരു ഫ്ലാഗ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് മറന്നു കേട്ടോ. മറന്നതെന്ന് വെച്ചാൽ എനിക്ക് അത് പ്ലേസ് ചെയ്യാൻ കണക്കിന് വണ്ടിയിൽ സൗകര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫ്ലാഗ് വേണ്ട എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ഇത് അവിടെ നിന്നോട്ട് വന്നപ്പോഴേ അത് ഇന്ത്യൻ ഫ്ലാഗ് ആണെന്ന് തോന്നണേ. ഒന്ന് നോക്കട്ടെ. എടോ ഇന്ത്യൻ ഫ്ലാഗ് തന്നെടാ. ഓഫ് ദൈവമേ, ഇതെങ്ങനെയായിരിക്കും ഇവിടെ വന്നത്? ഏതെങ്കിലും വണ്ടിയിൽ കെട്ടിയിരുന്നായിരിക്കും അല്ലേ? വഴിയില്ല കേട്ടോ. തൽക്കാലം ഹാൻഡിലിൽ കെട്ടി വെച്ച് അത് എത്ര ദൂരം ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇരിക്കണറ്റായിരിക്കട്ടെ. നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഫ്ലാഗ് വെച്ച് വരാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത ഹൈവേ കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വണ്ടികളൊക്കെ ചുമ്മാ ചീറിപ്പാഞ്ഞ് പോകണുണ്ട്. എന്നാലും ഈ ഫ്ലാഗ് ഇവിടെ കിടന്നിട്ടേ ഒറ്റ മനുഷ്യന്മാർ കണ്ടില്ലേ? അതാണ് ഞാൻ ആലോചിക്കണത്. സംഭവം തന്നെ ഇന്ത്യൻ ഫ്ലാഗിന് ഇത്രയൊക്കെ ഉള്ളൂ ഓരോരുത്തർ കൊടുത്തേക്കണ വില. ഞാൻ ഇത് വീഡിയോയ്ക്ക് ഒരു ഗുമ്മ് തോന്നാനോ വീഡിയോയ്ക്ക് ഒരു ഇത് തോന്നാനോ അല്ല കേട്ടോ. ഞാൻ പണ്ട് എൻ്റെ സ്കൂളിൽ കൊടി പിടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അത് വേറെ കൊടിയൊന്നുമല്ല, ഈ കൊടി കേട്ടോ. നമുക്കൊരൊറ്റ കൊടിയേ ഉള്ളൂ. അതന്നും ഇന്നും അങ്ങനെ തന്നെ. ഇതിനിടയ്ക്ക് പാർട്ടിയിലൊരു കൊടി പിടിച്ച്, പക്ഷെ ആ പാർട്ടി കാണിക്കുന്ന കൊള്ളരുതായ്മ കൊണ്ട് നമുക്കതിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. അതൊന്നും ഇനി ഞാൻ സംസാരിക്കില്ല. അത് മൊത്തം ഡാമേജായ കൊടിയാട്ടോ. എന്തായാലും കൊള്ളാം. അത് കാണാൻ ഒരു രസമുണ്ടല്ലേ? അങ്ങനെ പറന്ന് കളി അവിടെ കിടന്ന്. 181 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഒരുപക്ഷെ ഞാൻ അവരോട് വന്നിരുന്നത് എനിക്ക് ഫ്ലാഗ് കിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോ നമ്മളൊരു പുതിയ ഫ്ലാഗ് വാങ്ങിച്ച് വെക്കുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ട് ഈ ഒരു ഫ്ലാഗിന്. 111 110 കിലോമീറ്റർ. അപ്പോൾ ശരിക്കും നിങ്ങൾ രാവിലെ ഇവിടെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം ഇറങ്ങുക കേട്ടോ. ഈ ഉച്ചയ്ക്കൊന്നും ഇറങ്ങിക്കള അല്ലേ. എനിക്ക് പണി കിട്ടി. നല്ല രീതിയിൽ ചൂടും ഒരു രക്ഷയില്ല. 3:17 ആയിട്ടോ ഇപ്പം സമയം. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ഈ വെയിൽ കൊണ്ട് എന്ന് വെച്ചാൽ ഫുള്ള് ഇന്നത്തെ ദിവസം ഫുള്ള് തുടങ്ങിയ മുതൽ ഇത്രയും നേരം, അതായത് ഒരു 3-4 ദിവസം കൊണ്ട് കേട്ടോ. 3-4 ദിവസം കൊണ്ട് എങ്ങനെ പോയാലും ഞാൻ കണ്ടിന്യൂസ് വെയിൽ കൊള്ളാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ വെയിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഡയറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് എവിടെയെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും ചവിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടയർഡായിട്ടോ. വെള്ളം ഹൈഡ്രേഷനിലുണ്ടായിരുന്ന വെള്ളം തീർന്ന്, ബാക്കിൽ കുപ്പിയിലിരുന്ന വെള്ളം തീർന്ന്, എല്ലാം തീർന്ന്. ഇനി 109 കിലോമീറ്റർ. ഞാൻ എന്തായാലും റൂമിലെത്തിയിട്ട് കാണാൻ. അവിടെ ഒരു ചെറിയൊരു റൂം മുബാറക്ക് പറഞ്ഞു കേട്ടോ. ഞാൻ വീട്ടിൽ പറഞ്ഞല്ല. അപ്പോൾ അത് പോയി നോക്കണം. അവിടെ കിട്ടിയ ഭാഗ്യം. പക്ഷേ ഞാൻ ചെറിയൊരു സംഭവം കാണിച്ചിരുന്നു. വേണ്ട ഇത് കണ്ടോ. ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം ഞാൻ കുറ്റം പറഞ്ഞാണ്. സർവീസ് സെൻറ്റർ ഈസ് ക്ലോസ്ഡാ. അടിപൊളി. അത് ക്ലോസും ചെയ്തേക്കുന്നത്. ഇനി ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ആഗ്ര പോണ റൂട്ടാണ്. ഇത് കണ്ടോ. ഇപ്പോൾ ഇവിടുത്തെ ആ ബോൾട്ട് ഇളകിപ്പോയി. ഇത് ശരിക്കും ഞാൻ ഇത് ഇപ്പോൾ കണ്ടതുകൊണ്ട് ബാക്കിയില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ചെന്ന് വീഴുന്നതിന് ശേഷം അറിയുള്ളായിരുന്നു. എന്തോ പറയാൻ നോക്കണേ. സമയം നോക്ക്. അത് 3:50 ഞാൻ ഒന്നും കഴിച്ചിട്ടുമില്ല. ഒരു രക്ഷയില്ലാത്ത വെയിലേട്ടാ. എനിക്ക് എങ്ങനെയെങ്കിലും ആ സ്റ്റേ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പോക്ക് പോണത്. അതിനിടയ്ക്കാണ് ഇത് ഇതുപോലെ ഉള്ള ഓരോ പണികൾ പറഞ്ഞത്. ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. അതേ ഒരു ടീം പറഞ്ഞു. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കിയല്ലോ. भैया इधर बजाज सर्विस उंडो? बजाज सर्विस, बजाज बाइक सर्विस हाँ मार्केट में वो तो मतलब बजाज की चाहिए। हाँ मतलब बजाज एजेंसी में जाना है बजाज में? हाँ बजाज नॉर्मल सर्विस सेंटर। एजेंसी में जाना है या किसी भी दुकान पर? कैन यू स्पीक इन इंग्लिश? I can speak English. Where you will go? Okay, I want to go Agra. Agra. You want agency or shop? Anything. I want to fix this bolt. Okay. You go straight. हाँ. After 2 kilometers, हाँ. any shops are there. Okay. Thank you, sir. Thank you. After 2 kilometers. Okay. 2 കിലോമീറ്ററിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഏതെങ്കിലും എടുത്തിട്ട് ഇതിപ്പം ഈ സാധനം അവിടെ കിട്ടുമെന്നാണ് ഡൗട്ട്. എൻ്റെ ദൈവമേ, എന്തുകൊണ്ടേ നിന്നെ ഞാൻ ഇങ്ങനെയാണോ കൊണ്ടു കിടക്കണേ? ഒരു കാര്യം കേട്ടോ, അവൻ കൊണ്ട് എന്നെ തള്ളി കിട്ടില്ല. അതിനുമ്പേ ഞാൻ കണ്ട്. എനിക്കിനി ഇവിടുന്ന് 84 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ആ ഒരു ആശ്വാസമില്ല. എന്ന് വെച്ചാൽ അത്രയും ഓടി എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആശ്വാസത്തിൽ വരായിരുന്നു. അപ്പോഴാണ് ആ സാധനം ഊരി പോയിക്കണം ഉണ്ടാക്കണ.
ഞാൻ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കേണ്ട ഹിന്ദി എല്ലാം ഒറ്റ സ്റ്റെപ്പിന് പഠിച്ചേട്ടാ. ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ചാണ്. ഏകദേശം ഞാൻ എന്താ പറയുക, ഞാൻ പെട്ടെന്ന് അനിയത്തെ വിളിച്ചേട്ടാ. അവള് പറഞ്ഞെന്ന്. അപ്പോൾ അത് അനുസരിച്ച് ഞാൻ ഇവിടെ പറ്റുന്നിടത്തൊക്കെ ചോദിച്ചേട്ടാ. അപ്പോൾ ഏകദേശം എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു. എന്തായാലും ദൈവമേ, ആ ബോർഡ് കണ്ടപ്പോഴേ ഈ സ്വർഗം കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം അടിപൊളി. ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങും ഇതിനകത്ത്? കൊമ്പ് ഇതെന്തോന്ന് ഗർത്തോ? എന്തായാലും ഇറക്കാം തന്നെ. Sorry, Vaya. See, I am coming from Kerala. Can you, anyone to speak in English? Vaya. हाँ हाँ क्या सर्विस है कि बंदा दिखवाता हूँ। हाँ क्या करें मेरी बात सुन कर। ഒരുമാതിരി എന്തോ അണ്ടർവേൾഡിൽ വന്ന് ഇറങ്ങിയതുപോലെ ഇരിക്കുന്നു കേട്ടോ. ഒരുത്തന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ആംഗ്യ ഭാഷയും ഹിന്ദിയും കയ്യിൽ പഠിച്ച ഹിന്ദിയൊക്കെ അപ്പോഴും കയ്യിൽ നിന്ന് പോയി ഫോണ്ടറടങ്ങ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ദൈവമേ ഇല്ല ഒന്ന്. भैया कैन यू हेल्प मी? होगा नहीं, होता तो मैं करवा दूँ। बिल्कुल नहीं। आप अभी कहाँ किस साइड जा रहे हो? आगरा। आगरा? आगरा। कहाँ से? ग्वाली साइड से? हाँ ग्वाली साइड से? हाँ ग्वालियर मिल जाता है, यहाँ पर नहीं। आगरा मिल जाएगा। आगरा? हाँ आगरा मिल जाएगा। ओके आगरा आप पूछ लेना, आगरा आपका घर पर से मिल जाएगा। देखिए नट मिल जाओगे जो आ जाओगे। नट जंडल को का है नट नट गांव में जाकर उनका है लो आया बेटी के कर लो। ഗൈസ്, ഒരു ചെറിയ പണിയല്ല ഇത്, വലിയ പണിയാണ് കിട്ടിയത് കേട്ടോ. ഇത് ഇനി ഇളകിയേറ്റ പോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതെ, ആ ഒരു 2 ഫോർക്കിലിരിക്കണം, ആ പിടുത്തത്തിലിരിക്കുകയാണ് കേട്ടോ. എവിടെയെങ്കിലും ചെന്ന് നല്ലൊരു കുഴിയിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും കേട്ടോ. ഒരുപാട് നെഗറ്റീവ് ഈ ബജാജിനുണ്ടെങ്കിലേ ഇത്രയും ഒരു വല്ലാത്തൊരു ഗതികെട്ട രീതിയിലാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ കല്ലുങ്ങളിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെ കുറേ നമ്പർ അയച്ചു തന്നു കേട്ടോ. ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പോലും ഉള്ള ഒരു ബോധമുള്ളവന്മാർ അവിടെ ഇല്ല. ശരിക്കും കുറേ നമ്പർ അയച്ചെന്ന് പറഞ്ഞാൽ എന്തോന്നാവോ, എനിക്ക് ആരെങ്കിലും വിളിച്ചൊന്ന് കണക്ട് ചെയ്ത് തന്നാൽ അത്രയും വലിയ ഹെൽപ്പ് ആവില്ലേ? നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എന്തോന്ന് ചെയ്യും? നിങ്ങളത് ആലോചിച്ച് നോക്ക്. അവരായിട്ട് ഇനി യാതൊരു പരിപാടിയില്ല കേട്ടോ. യാതൊരു പരിപാടി ഇത്രയും നാൾ അവന്മാർക്ക് വീഡിയോ എടുത്ത് കൊടുത്ത് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ചെയ്തതാണ്. അല്ലാതെ അവന്മാരൊരു എനിക്ക് ഇങ്ങോട്ട് ചെയ്തൊന്നുമില്ല, അങ്ങോട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. എന്തായാലും വലിയ ഉപകാരമേ. ആ ശരത്തേണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകില്ല ഒരുത്തനും. ഒരു അത്യാവശ്യത്തിന് നമ്മളിങ്ങനെ ഒന്ന് ആപത്തിൽ പെട്ട് നിൽക്കുമ്പം ഈ ഒന്ന് സഹായിക്കാവുള്ളൂ. കുറേ നമ്പർ എടുത്ത് അയച്ചാൽ അത് നെറ്റിൽ നിന്ന് കിട്ടുമല്ലേ നമ്പർ.
ഞാൻ എന്തായാലും ആഗ്രയ്ക്ക് പോവാണ് കേട്ടോ. പോണാറ്റം പോട്ടെന്നാണ്. എന്തായാലും ഞാൻ എല്ലാം ഫേസ് ചെയ്യാൻ കണക്കിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ എന്തായാലും വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കണത് ഞാൻ അത് പറഞ്ഞാൽ ശരിയാവില്ല. പലരെ എനിക്ക് വെറുപ്പിക്കേണ്ടി വരും. എന്താണ് വെറുതെ ഇപ്പോഴത്തെ വണ്ടിയാണ്, ബൈക്ക് ശരി തന്നെ, ഒരു മെഷീനാണ്, അതിന് പലതും പ്രശ്നം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കും, ഹെഡിൻ്റെ ഈ കോപ്പൊക്കെ ഇളകി പറഞ്ഞു പോണത്. ഒരു വല്ലാത്തൊരു ഇത് കേട്ടോ. ഒരു ചെറുതല്ല ഈ ഒരു കാര്യം, കുറച്ച് വലുതാണ്. ബജാജിനെ ഒരു കാരണവശാലും കുറ്റം പറയേണ്ട രീതിയിൽ പോകില്ലായിരുന്നു. ഒരു സഹായം വിളിച്ച് ചോദിച്ചപ്പോൾ അവന്മാർ കുറേ നമ്പർ എടുത്ത് അയച്ചേക്കണം. ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമല്ലേ ഈ ഒരു സമയത്ത്. ശരിക്കും പറയാൻ കേട്ടോ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ദൈവം എന്ന് പറയുന്ന ഒരു സത്യം തന്നെയാണ്. ഇത് ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ടോ, കാണാൻ പറ്റണോ നിങ്ങൾക്ക്? ആ ബോൾട്ട് ഇരിക്കണം കണ്ടോ. ഇതിന് ഞാൻ തപ്പാൻ ഒരിടവും ഇല്ല, അതായത് ഇനി കയറി ഇറങ്ങാൻ ഷോറൂമുകളൊന്നുമില്ല. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ ഒന്ന് എത്തിച്ചേരണം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പം പലവന്മാർക്കും പലതും തോന്നാം. ഇനി ആർക്കെങ്കിലും തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. അതിൻ്റെ മാനേജ്മെൻറ്റ് ഞാൻ ശരിക്കും പറയാം, ഞാൻ അവരുടെ ആ ഒരു സപ്പോർട്ട് ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു രീതിയിൽ അവരൊന്നും വിളിച്ചു പോലും ചോദിക്കുന്നില്ല എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും. ഞാൻ പിന്നെ അവന്മാരുടെ യാതൊരു ഇടയില്ല കേട്ടോ. ഇനി എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചാൽ പോലും നമ്മൾ ആ വഴിക്കില്ല. എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് കേട്ടോ, ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എവിടെന്നെങ്കിലും വിളിച്ച് അവരെ ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ മതി. അത് മാത്രം ചെയ്താൽ പോരെ. ഇനിയിപ്പോൾ തന്നെ കുഴപ്പമില്ല, പോട്ടെ. എന്തായാലും ദൈവം നമ്മളെ കൈവിട്ടില്ല. അതാ ഇങ്ങോട്ടോക്ക് വണ്ടി ചതിക്കില്ല എന്ന് പറയണത് ഉള്ളത്. ഇങ്ങോട്ട് കണ്ട ഇളകിപ്പോയ സാധനം അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടാ. ഇതൊരു കാരണം വെച്ചാൽ ഞാൻ ഇളക്കിയിട്ടല്ല കേട്ടോ. ഞാൻ സത്യം പറയാം, ദൈവസത്യത്തിൽ എൻ്റെ വണ്ടി സത്യത്തിൽ ഞാൻ ഇളക്കിയിട്ടതല്ല. ഇനി അതും പറഞ്ഞുകൊണ്ട് ഒരു വാരം അതുകൊണ്ട് പറഞ്ഞാൽ ഇണഞ്ഞിട്ട് നോക്കണ്ട. ഈ ഒരു സാധനം ഇനി തപ്പാൻ ഒരിടവും ഇല്ല. ഇതിനി ഒന്ന് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ എന്തായാലും ഒന്ന് വെച്ചിട്ട് മൊത്തം ഭ്രാന്തന്മാരാ റോഡിൽ, മൊത്തം ഭ്രാന്തന്മാർ. എങ്ങനെയെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ മതി. അവിടെ നിന്ന് എന്തായാലും എനിക്ക് ഇവിടെ വിട്ടു പോകണം. ഈ അത്രത്തോളം ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തുപോയി. ഒരു റൈഡ് ഇറങ്ങുമ്പോഴേ നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ വേറൊന്നും ആരിൽ നിന്നും ഒരു സാമ്പത്തിക സഹായം പോലും ചോദിക്കാതെയാണ് ഞാൻ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു മാനസികമായിട്ടെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്തോ പറയണം നോക്കണേ. പിന്നെ ഈ വണ്ടി സത്യം പറയാം, ഈ വണ്ടി ഇനി തുരുമ്പെടുത്ത് പോയാലും ശരി തന്നെ, തുരുമ്പെടുത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അവിടെ ഇരുന്ന് എന്തെങ്കിലും അങ്ങ് ഓടാത്ത രീതിയിലായാലും ശരി തന്നെ. ഇനി ആ ഷോറൂമിൽ കൊണ്ടുപോകണതാ, അവിടെ പണി ചെയ്യണ പരിപാടി, അവർക്കൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യണ പരിപാടി ഒന്നുമില്ല. നമ്മളിത്രയും കിടന്ന് ചത്തതേ ഒരു പരിധി വരെയെങ്കിലും അവന്മാരാരെങ്കിലും നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഇപ്പം തൽക്കാലം ഒന്ന് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ നേരത്തേട്ടാ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു രീതിയിലും കുറ്റം പറയുന്നില്ല. നിങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്ത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ പറയാനൊന്നുമില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമായി പോകും. നേരെ ഞാൻ ഇവിടെ പോയിട്ടാണ് ഗോപ്രയുടെ ചാർജൊക്കെ തീർന്നു കേട്ടാ. എൻ്റെ കിളി പോയാണ് നിന്ന് ഇത്ര നേരം. പക്ഷേ ഞാനിപ്പോൾ ആഗ്രയിലെത്തി കേട്ടോ. ആഗ്രയിലെത്തിയിട്ട് ഇതാ ഈ ഒരു ഹോട്ടലാണ് ഞാൻ നിലവിൽ താമസിക്കാനായിട്ട് പോകണം. ഇത് നമ്മുടെ മുബാറക്ക് സെറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ, ഹിമാലയൻ മൂസ. ശരിക്കും പറഞ്ഞാൽ അവൻ ചെയ്ത ഏറ്റവും വലിയൊരു ഹെൽപ്പാണ്. ഇതാ ഇപ്പം ഞാൻ ഇന്ന് ഈ ഒരു ലോഡ്ജ് എനിക്ക് കിട്ടിയത് കേട്ടോ. ബൈക്ക് ഇവിടെ സേഫാണ്. പിന്നെ എൻ്റെ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ, ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും സൗകര്യമുള്ള റൂമാണ് എനിക്ക് അറേഞ്ച് ചെയ്യുന്നത്. അത് മുബാറക്കിൻ്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി എനിക്കിതാ ഈ ഒരു റൂം തന്നിട്ട്. അത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് തന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പേരോ എൻ്റെ പേരോ എന്തുവാണോ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് സേഫായിട്ട് ഇവിടെ ഇരിക്കാം കേട്ടോ. അതായത് എങ്ങനെ പറയാം, സേഫായിട്ട് പിന്നെ അത് സമാധാനമായിട്ട് വന്ന് കിടന്നുറങ്ങാം. കാര്യം ഇപ്പോൾ നമ്മുടെ ബന്ധുവിൻ്റെ ആരോ വീട്ടിൽ വന്ന് കയറിയതിൻ്റെ ആ ഒരു ഇതാണ്. അതായത് നമുക്ക് അത്രയും സന്തോഷം തോന്നില്ലേ. ഞാൻ എൻ്റെ ഫേസ് കാണിക്കാൻ ഒന്നും കൊണ്ടല്ല കേട്ടോ. സലീംകുമാറിൻ്റെ തലമുടി നിൽക്കും പോലെ നിൽക്കുകയാണ്. അമ്മാതിരി പ്രാന്തെടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കണേ. പിന്നെ എനിക്ക് കുടിക്കാൻ വെള്ളവും എല്ലാം തന്നെ കേട്ടോ അവർ. ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വീഡിയോ വാങ്ങിയിട്ട് പോയി. ഓക്കെ.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു കോലത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ പുറകെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. എനിക്ക് ഡെയിലി വീഡിയോ എഡിറ്റ് ചെയ്ത് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം കാര്യം പിടിയിട്ടുണ്ടായിരിക്കും. അത് ഒരുപാട് കിലോമീറ്റേഴ്സ് മുന്നെയാണ് ആ ഒരു ബോൾട്ട് ഇളകി പോയത്. അപ്പോൾ എന്തോ ഭാഗ്യം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ദൈവഭാഗ്യം തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇളകിപ്പോയത്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും സീരിയസ് ആക്കിയെന്ന് വെച്ചാൽ എൻ്റെ അപ്പർ പ്ലേറ്റ്, അതായത് ഈ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവർക്കറിയാം, അപ്പർ പ്ലേറ്റ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും ചോദ്യം വരും, എന്നാൽ പിന്നെ നിനക്കത് മാറ്റിക്കൂടെയെന്ന്. അത് മാറ്റാത്തതിൻ്റെ കാര്യം, അതിൽ ഹാൻഡിൽ മാറ്റിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഹോൾ ഇട്ടേക്കുന്നത് കറക്റ്റാണ്. ഇപ്പോൾ ഇനി അടുത്തെടുക്കാനായിട്ട് പോണത് ഒരു പക്ഷേ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ, വേറെ കുഴപ്പമില്ല, സീനൊന്നുമില്ല, അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാറ്റാതെ അങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ബോൾട്ടിൻ്റെ ആ ഒരു സപ്പോർട്ട് കൂടിയാണ് അതങ്ങനെ ഇരിക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇളകിപ്പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ്. ആദ്യം ഞാൻ ഒരുപാട് ഷോറൂമുകളിൽ അതുപോലെ ഒരുപാട് സർവീസ് സെൻ്ററിൽ കാര്യങ്ങളെല്ലാം ഞാൻ പോയി. ശരിക്കും ഞാൻ അപ്പോഴും ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. കാര്യം ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ഫുള്ളൊരു നെഗറ്റീവ് ആ ഒരു ഇത് തോന്നും. അത് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഏകദേശം ഈ ഒരു വിഷ്വലിൽ ഏറ്റവും അവസാനം വന്നേക്കുന്നത് പോലും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഞാൻ ഇൻസ്റ്റയിൽ അത് അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്ന് പോലും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഷോറൂമിൻ്റെ പേര് പോലും ഞാൻ അത് ഒഴിവാക്കേണ്ട കാര്യം അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഏതാണെന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ആ ഒരു ക്ലിപ്പ് കാരണം, അല്ലെങ്കിൽ ആ ഒരു റീല് കാരണം ഒരുപാട് പേർക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. എന്നിട്ടും ഒരു പരിധി വരെ ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റി. ഒരുപാടടുത്ത് ഞാൻ പോയി ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത്, പിന്നെ എന്ന് വെച്ചാൽ ഈ സ്ലമ്മ് തന്നെയാണ് ആ ഒരു ഏരിയ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ബജാജിൻ്റെ വണ്ടിയും കൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഈ വണ്ടി റെഡിയാക്കി, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അത്യാവശ്യമുള്ള വർക്ക് കാര്യങ്ങൾ അതെല്ലാം വീഡിയോസായിട്ട് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ സേഫാണ്, വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മാക്സിമം ഒന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പരിധിവരെ ഞാൻ ചെയ്യുന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നവർക്ക്, അല്ലെങ്കിൽ ചിലർക്ക് ഇത് നിസ്സാരമായിട്ടൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. ബജാജിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് ആ ഷോറൂമിൽ നിന്നുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഭാഷ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ളവരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരൊരു നിസ്സാരമായിട്ടും ഒരു വല്ലാത്തൊരു ഇതിലാണ് കാണുക. അപ്പം നമ്മൾ നാട്ടിലുള്ളവർ അങ്ങനെ കാണുന്നെന്ന് അറിയുമ്പം, അങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി. അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും സേഫ് തന്നെയാണ്. അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു ഔട്ട്രോ എന്തായാലും ഇവിടെ വെച്ച് എടുക്കാമെന്ന്. ഞാൻ ആ ഒരു സമയത്ത് ശരിക്കും അന്നത്തെ ഒരു ദിവസവും നല്ല ഇതുവരെ ഇന്നത്തെ ഈ ഒരു സ്റ്റേ വരെയും എനിക്കൊരു സപ്പോർട്ട് നമ്മുടെ ഹിമാലയ മൂസ മുബാറക്കിൻ്റെ വക ഒരുപാടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് എന്തായാലും അടുത്ത് വരുന്ന വീഡിയോ. ഗുഡ് മോർണിംഗ്. ചെറിയൊരു കട്ടണം കിട്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ള് വരും, നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ബ്രോ ഒന്ന് തല കാണിച്ചിട്ടു. ഇവിടെ പുള്ളിയാണ് ഓൾ ഇൻ ഓൾ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പറഞ്ഞ മാക്സിമം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് റിസ്ക് എലമെൻറ്റിൽ കൂടെ പോകാനായിട്ട് പോവുകയാണ്. എങ്ങനെയാവും എന്തൊക്കെയാവും എന്നുള്ള ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം, തുടർന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇതാ അവിടെ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് മഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഞാൻ എത്തിക്കാം. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.